ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SITയെ പ്രശംസിച്ച ഹൈക്കോടതി പരാമർശങ്ങൾ വ്യാജ പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണെന്ന് മന്ത്രി വി എൻ വാസവൻ. കള്ളം പറഞ്ഞവർക്കുള്ള മറുപടി ഹൈക്കോടതി തന്നെ നൽകി. എന്നാൽ നിയമസഭയിൽ വിഷയത്തിൽ അടിയന്തര പ്രമേയം പോലും കൊണ്ടുവരുവാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. നിയമസഭാ സമ്മേളനം തുടർച്ചയായി അലങ്കോലപ്പെടുത്തുന്ന പ്രതിപക്ഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ഒളിച്ചോടുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. നിയമസഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ സഭയിൽ ബഹളമുണ്ടാക്കുകയും സ്പീക്കറുടെ ഡയസിലേക്കടക്കം കടന്ന സഭ സ്തംഭിപ്പിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിൽ നിന്നുണ്ടായത്. കേരളത്തെ അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിലും പങ്കെടുക്കാതെ സഭ ബഹിഷ്കരിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായത്. ശബരിമല സ്വർണ്ണമോഷണ കേസ് അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് കോടതി തന്നെ വ്യക്തമാക്കി. കേസിലെ പ്രതികൾക്ക് 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയില്ലെന്നും കോടതി വ്യക്തമാക്കി. കോടതിയിലും നിയമസഭയിലും പ്രതിപക്ഷം തുടർച്ചയായി തിരിച്ചടികൾ നേരിടുകയാണ്. നുണകളും വ്യാജ പ്രതീതി നിർമ്മാണവും മാത്രം നടത്തുന്നവരാണ് പ്രതിപക്ഷമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെ നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ അതിക്രമങ്ങൾക്ക് പൊതുജനത്തിനോട് പ്രതിപക്ഷം മാപ്പ് പറയണമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന വലിയ ബഹളം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അവഹേളിക്കലും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കലും സർവോപരി ജനങ്ങളോടുള്ള വലിയ രൂപത്തിലുള്ള വെല്ലുവിളിയായിട്ടാണ് ആ സംഭവം മാറുന്നത്. ആർക്കെങ്കിലും ഒരു ജാമ്യം കിട്ടി എങ്കിൽ അത് സ്വാഭാവികമായി നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ നിന്ന് കിട്ടിയതാണ്, അതിൽ SIT എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടല്ല എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനേറ്റ മറ്റൊരു പ്രഹരം കൂടിയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഈ കാര്യം വ്യക്തമാക്കിയ സ്ഥിതിക്ക് കേരളത്തിലെ ജനങ്ങളോട് പ്രതിപക്ഷം മാപ്പ് പറയുകയാണ് വേണ്ടത്. നിയമസഭ അലങ്കോലപ്പെടുത്തിയതിന് യഥാർത്ഥത്തിൽ സഭയോടും മാപ്പ് പറയേണ്ടതാണ്. UDFും BJPയും ഒരുപോലെ SIT അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിലെ കാപട്യമാണ് കോടതിയുടെ പരാമർശങ്ങൾ വന്നതോടെ ജനങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.